നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഒഡീഷ നിയമസഭാ അസംബ്ലി സ്പീക്കറായ സുരാമ പാറ്റിക്കെതിരെ 12 കോൺഗ്രസ് MLA-മാർ ശക്തമായ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിയതോടുകൂടി നിയമസഭാ വളപ്പ് കലുഷിതമായ അന്തരീക്ഷമായി മാറിക്കഴിഞ്ഞു. പോലീസും MLA-മാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തി. കോൺഗ്രസിൻ്റെ രാജ്യസഭാ നേതാവായിട്ടുള്ള ജയറാം രമേശ് പറഞ്ഞത് വളരെ വൈകാതെ തന്നെ നിങ്ങൾ കണ്ടോളൂ, കോൺഗ്രസ് ഒഡീസയുടെ പ്രതിപക്ഷ സ്ഥാനം കൈയടക്കും എന്നതാണ്. അതിന് വ്യക്തമാകുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഒഡീസയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം 2024 ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുകയും 78 സീറ്റുമായി മോഹൻ ചരൺ മാഞ്ചി അവിടെ നിയമസഭയിൽ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. പ്രതിപക്ഷ നേതൃസ്ഥാനം BJDക്ക് തന്നെയാണെങ്കിലും നവീൻ പട്നായിക് നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഇതോടുകൂടി BJDയുടെ പ്രതിപക്ഷ പ്രസക്തി തന്നെ അപ്രത്യക്ഷമായിരിക്കുകയാണ്. നമുക്കറിയാം, അവിടെ ഒഡീസയിൽ നവീൻ പട്നായിക്കിന് ഭരണത്തിൽ വലിയ രീതിയിലുള്ള ജാഗ്രത കുറവുണ്ടായതിൻ്റെ എല്ലാ നേട്ടവും BJP നേടിയെടുത്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് നിയമസഭയോടൊപ്പം തന്നെയാണ് നടന്നത്. 21-ൽ 20 സീറ്റും BJP തൂത്തുവാരിയത്. ഒരു സീറ്റ് കോൺഗ്രസിനും പോയി. ഒരൊറ്റ സീറ്റ് പോലും BJDക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തകർച്ചയ്ക്ക് കാരണം. നവീൻ പട്നായിക് ഏറ്റവും കൂടുതൽ കാലം ഒഡീസ മുഖ്യമന്ത്രിയായ നേതാവ് 24 കൊല്ലമാണ് തുടരെ ഭരിച്ചത്, 2000 മുതൽ 2024 വരെ. നിലവിൽ കോൺഗ്രസിന് 14 MLA-മാരാണുള്ളത്. BJDയിലെ 50 MLA-മാരിൽ വളരെ വൈകാതെ തന്നെ 10ഓളം MLA-മാർ കൂറുമാറും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കും. എന്നാൽ കൂടുതൽ സംഖ്യയിലേക്ക് മാറാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. BJD കോൺഗ്രസ് എന്ന സഖ്യ ധാരണാ നീക്കങ്ങളെ ആദ്യം അംഗീകരിക്കാൻ തയ്യാറായെങ്കിൽ പോലും വളരെ വൈകാതെ തന്നെ അതിൽ മുട്ടാതർക്കം പറഞ്ഞ് നവീൻ പട്നായിക് ആ പരിപാടി ഉപേക്ഷിച്ചു. അതോടുകൂടിയാണ് പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ കോൺഗ്രസ് തുനിയുന്നത്. ക്രിയാത്മക പ്രതിപക്ഷമായി നിലവിൽ കോൺഗ്രസ് തന്നെയാണ് ഒഡീസയിലുള്ളത്. BJPയെ തറ പറ്റിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മിഷൻ 2029 എത്തുകയാണ്. ഒഡീസ നിയമസഭയിലും ലോക്സഭയിലും ബഹുദൂര മുന്നേറ്റം കാഴ്ചവെക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ തീർച്ചയായും അത് വലിയ ഒരു ദിശാസൂചനയായി മാറിക്കഴിയും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മോഹൻ ചരൺ മാഞ്ചിയെ എതിർക്കുന്നവരും BJPയിൽ അനേകമാണ്. കോൺഗ്രസ് ജില്ലാതലത്തിൽ തന്നെ അഴിച്ചുപണി നടത്തി പ്രവർത്തനം സജ്ജീകരിക്കാൻ തന്നെയാണ് ദേശീയ നേതൃത്വം അങ്ങോട്ടേക്ക് തിരിയുന്നത്. പ്രതിപക്ഷത്തിൻ്റെ ദുർബല അവസ്ഥയെ പരമാവധി മുതലെടുക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞാൽ വളരെ വൈകാതെ തന്നെ BJPക്ക് പ്രഹരം നൽകാൻ കോൺഗ്രസ്സിന് ഒഡീഷയിൽ കഴിയും എന്നുള്ളതാണ് വ്യക്തമായ കാഴ്ചപ്പാട്.